ഞാൻ ഈ പറയാൻ പോകുന്ന സിറ്റുവേഷൻസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണേ. നിങ്ങളൊരു കാര്യം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണ്. അതിനെതിരെ പ്രൂഫ് ഉണ്ടെങ്കിലും, അത് ലോജിക്കാണെങ്കിലും, അതിനെതിരെ എവിഡൻസ് ഉണ്ടെങ്കിലും, അത് റിയാലിറ്റി ആണെങ്കിലും, ഇതിനൊന്നും നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയനെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇത് സ്റ്റബാർനെസ് അല്ല കേട്ടോ. ഇതിനെ നമ്മൾ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയും. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന പോലെ റിയാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളവരല്ല ഡെലൂഷണൽ ഡിസോർഡേഴ്സ് ഉള്ളവർ. ഡെലൂഷണൽ ഡിസോർഡർ ഉള്ളവർക്ക് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാൻ കഴിയും, നോർമലി ഫങ്ഷൻ ചെയ്യാൻ കഴിയും. അവരെ കണ്ടാലും ആബ്സല്യൂട്ട്ലി റാഷണൽ ആയിരിക്കും. അവർക്ക് ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫോൾസ് ബിലീഫ്, റിയാലിറ്റി ആയിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ആ ഒരു വിശ്വാസം, ഒരിക്കലും എവിഡൻസ് സപ്പോർട്ട് ചെയ്യാത്തൊരു ബിലീഫായിരിക്കും. അത് നമ്മൾ ഫോൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്താലും അവരത് ചേഞ്ച് ചെയ്യില്ല, സ്റ്റിൽ അൺഷേക്കബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു ബിലീഫിനെ ഒരിക്കലും കൾച്ചറലായിട്ടുള്ള ഒരാക്ടിവിറ്റി കൊണ്ട് നമുക്കൊരിക്കലും, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് കൊണ്ടോ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം കൾച്ചർ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി മൂലം വരുന്ന വിശ്വാസമല്ല ഇത്. ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിലീഫ് അല്ല എന്നർത്ഥം. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു പേഴ്സണ് ഇത് 100% റിയലാണ്, ഇമോഷണലി, മെൻ്റലി, ലോജിക്കലി. ഡെലൂഷൻ ഉള്ളവരുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സിംഗിൾ ഐഡിയയിൽ അവരുടെ ബ്രെയിൻ ലോക്കാവും. എന്നിട്ട് ഓരോ സിറ്റുവേഷനും, ഓരോ വേർഡും, ഓരോ ഇൻസിഡൻസും അവരൊരു പ്രൂഫായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും. ഒരു സ്ട്രേഞ്ചർ അവരെ നോക്കിയാൽ അവർക്കതൊരു ത്രെട്ടായിട്ട് തോന്നും. അവർക്കൊരു മെസ്സേജ് വന്നാൽ അതൊരു സീക്രട്ട് സിഗ്നലായിട്ട് തോന്നും. അതുപോലെ തന്നെ റാൻഡമായിട്ടൊരു സൗണ്ട് കേട്ടാൽ അവർക്കത് സർവൈലൻസ് പോലെ തോന്നും. ഡെലൂഷണൽ ഡിസോർഡർ ഉള്ളവർ യൂഷ്വലി വയലൻ്റ് അല്ല. അതുപോലെ തന്നെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ല അവരിങ്ങനെ ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ അവരെന്താ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫിയർ, സസ്പീഷ്യസ്നെസ്, കൺഫ്യൂഷൻ, ഐസൊലേഷൻ, ഇമോഷണൽ ഡിസ്ട്രെസ്സ്, ഇതൊക്കെ ആയിരിക്കും. തെറാപ്പി, മെഡിക്കേഷൻ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ ഡെലൂഷൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. റിക്കവറി ആരംഭിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് വഴിയാണ്, അല്ലാതെ കൺഫ്രണ്ടേഷൻ വഴിയല്ല.